ന്യൂ ഇയർ കഴിഞ്ഞിട്ടും ഞങ്ങൾ കോഴിക്കോട് നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടില്ല. ഒരു ദിവസം കൂടി അവിടെ തന്നെ സ്റ്റേ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് രാവിലെ എണീറ്റിട്ട് ചായൻ്റെ പരിപാടികളൊക്കെ ഞാൻ തന്നെയാട്ടോ നോക്കുന്നത്. ആരും അങ്ങനെ എണീറ്റിട്ടില്ല. അപ്പോൾ എണീറ്റ ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം ഒരു പാൽ ചായ ഉണ്ടാക്കി ആദ്യം കൊടുത്തു. ബ്രേക്ക്ഫാസ്റ്റിന് പിന്നെ പ്രത്യേകിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്നലെ ഒരു പേക്ക് ചപ്പാത്തിയും പത്തിരിയും വാങ്ങിയോണ്ട് തന്നെ അതൊന്ന് പെട്ടെന്ന് ചുട്ടെടുക്കണം. കൂട്ടത്തിൽ ഇന്നലത്തെ നല്ല ബീഫ് കറിയും ഉണ്ട്. അതും കൂട്ടിയിട്ട് ഒരു പിടിപിടിക്കാന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും പത്തിരിൻ്റെ കൂടെ തന്നെ മോൾക്ക് വേണ്ടിയിട്ട് ഒരു മുട്ടയും ചൂടാക്കാൻ വെച്ചു. ഇവരൊക്കെ ഇവിടെ താമസം തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു അടുക്കളയിൽ കുക്ക് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പരിമിതിയുണ്ട്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ വരുമ്പോൾ കൊണ്ടുവന്നാണ്. ആകെ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു സ്റ്റൗവും ഫ്രിഡ്ജും മാത്രമായിട്ടോ. പിന്നെ ബാച്ചിലേഴ്സിന് ഇതൊക്കെ ധാരാളമാണല്ലോ. എന്താണെങ്കിലും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് അവർ പുറത്തുപോയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇവിടെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാന്നുള്ളത്. ന്യൂ ഇയർ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് റൂമൊക്കെ മൊത്തത്തിൽ കൊളായി കിടക്കായിരുന്നു. അതുകൊണ്ട് എല്ലാം കൂടെ അടിച്ചു വാരി തുടച്ച് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കി വെച്ചു. നമുക്കൊരാവശ്യത്തിന് തന്ന റൂം കൊടുക്കുന്ന സമയത്ത് അതിലും വൃത്തിയായിട്ട് കൊടുക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ക്ലീനിങ്ങും കുളിയും കഴിഞ്ഞ് വന്നിട്ട് അടുത്ത പരിപാടി ഉച്ചക്കത്തെ ഫുഡാണ്. പിന്നെ തലേ ദിവസത്തെ ഫുഡ് ഏകദേശം ബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ വലിയ പരിപാടിയൊന്നുമില്ല. അതൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. പിന്നെ ഫ്രഷ് ആയിട്ട് വേണ്ടവർക്ക് വേണ്ടിയിട്ട് ചോറും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ കുറച്ച് പപ്പടവും പൊരിച്ചു കൊടുത്തു. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടി ഒരു അഡ്ജസ്റ്റ്മെന്റിൽ കഴിഞ്ഞു പോയെങ്കിലും ഈവനിങ് ആകുമ്പോഴത്തേക്ക് ഉണ്ണിക്കുട്ടനൊക്കെ വന്നു. പിന്നെ അവർക്കും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോർലിക്സും ചായയും കുറച്ച് പലഹാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചു. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് പലരും ആഗ്രഹിക്കുന്ന ഒരു ലൈഫാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഇരിക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക, ഫോൺ കളിക്കുക, ഇത് തന്നെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ ടൈം പാസിന് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഓരോ കളികളൊക്കെ കണ്ടുപിടിച്ച് കളിക്കലാണ് മെയിൻ പരിപാടി. അവസാനം അതും അടുത്തപ്പോൾ ഫുഡ് കഴിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും പുറത്തിറങ്ങി. ഒരു തട്ടുകടയിൽ കയറിയിട്ട് എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങി കഴിച്ചു കേട്ടോ. ഞാനൊരു പരീക്ഷണത്തിന് മുതുകാതെ ചെമ്മീനും ദോശയും വാങ്ങി. പക്ഷെ അതിലും രസം ഉണ്ടായിരുന്നു. ഏട്ടൻ വാങ്ങിയിട്ടുള്ള മീൻമുട്ടയും ദോശ കേട്ടോ. പക്ഷെ അപ്പോഴത്തേക്ക് അത് തീർന്നു കൊണ്ട് തന്നെ വീണ്ടും ഓർഡർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സച്ചു വാങ്ങിയിട്ടുണ്ടായിരുന്നത് ചിന്നമുട്ടയായിരുന്നു. അതും ഞങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി. അങ്ങനെ അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ ബീച്ചിലേക്കാണ് പോയത്. ബീച്ചിലെത്തുമ്പോൾ ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ ഒരുപാട് ബർത്ത്ഡേ പാർട്ടിയൊക്കെ നടക്കുന്നുണ്ട്. 12 മണിക്ക് ശേഷം നടക്കുന്നത്. അങ്ങനെ കുറേ കേക്ക് കട്ടിങ് കണ്ടപ്പോൾ ഞങ്ങൾ വെറുതെ സച്ചുവിനെ മൂപ്പിച്ചു. അവിടെ പോയിട്ട് അവരോട് കേക്ക് വാങ്ങി കഴിക്കുകയാണെങ്കിൽ ഞങ്ങൾ പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഉളുപ്പുമില്ലാതെ അവിടെ പോയിട്ട് അവരോട് ഒരു കേക്കിന്റെ കഷ്ണം വാങ്ങുകയും ചെയ്തു. ഞങ്ങളെ കാണിച്ചും കൊടുത്തു കേട്ടോ. അവസാനം അവർ ഞങ്ങൾക്ക് കൂടെ കേക്ക് തന്നു. സത്യം പറഞ്ഞാൽ ആദ്യം നാണം കെട്ടെങ്കിലും ലൈഫിൽ ഇതൊക്കെ എൻജോയ് ചെയ്യണമെന്ന് എനിക്ക് പിന്നീട് തോന്നി. എന്താണെങ്കിലും ഈ ഒരു സന്തോഷങ്ങളൊക്കെ ഇതോടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി വീട്ടിലേക്ക്. ഇന്നത്തെ വീഡിയോ